نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത് നടപ്പിൽ വരുത്തുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്നും സഹാബാക്കൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം അതെത്രമാത്രം ഉണ്ടായിരുന്നു എന്നും ചില ചരിത്രങ്ങളിലൂടെ നാം പഠിക്കുകയുണ്ടായി. നബി സ്നേഹം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ സ്വന്തത്തെക്കാളും സ്നേഹിക്കേണ്ട പ്രവാചകൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ പേരിലും ആ പ്രവാചകൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ പേരിൽ പോലും അതിരുവിട്ട ആഘോഷങ്ങളും പേക്കൂത്തുകളും നടമാടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകനോടുള്ള സ്നേഹമാണ്, അവിടുത്തെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഒരു വിശ്വാസിക്ക് അനിവാര്യം തന്നെയാണ്. പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാളുടെ വിശ്വാസം പരിപൂർണമാവുകയില്ല എന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ
നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്ത് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തെക്കാളും, അത് നമ്മുടെ സ്വന്തം ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കുടുംബ അംഗങ്ങളാകട്ടെ, നമ്മുടെ അയൽക്കാരാകട്ടെ, എന്തുമാകട്ടെ, അതിനേക്കാളെല്ലാം ഒന്നാമതായി നാം സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. എന്നാൽ ഇത് കേവലം ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ ദിവസമോ മാത്രം പ്രകടമാക്കേണ്ടതാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ല എന്ന് നമുക്കുത്തരം കണ്ടെത്തുവാൻ സാധിക്കും. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമ്മെ അറിയിക്കുന്നത് അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്ന് സ്വഹാബി പറയുകയാണ്, എന്നെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് താങ്കളെയാണ് ഇഷ്ടം പ്രവാചകരെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഇല്ല ഉമറേ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടും വരെ ഉന്നതികൾ കരസ്ഥമാക്കുവാനാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാൻ എന്നെക്കാൾ താങ്കളെ സ്നേഹിക്കുന്ന പ്രവാചകരെ, എന്നെക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമർ താങ്കൾ വാജിബ് പൂർത്തീകരിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സ്വഹാബികൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം ജീവൻ വരെ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി ത്യജിച്ചവരായിരുന്നു സഹാബാക്കളെന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. എന്നാൽ അവർ ആരെങ്കിലും സ്നേഹത്തിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതില്ലേ? ഇല്ല എന്നാണ് ചരിത്രവും പ്രമാണവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അവരെക്കാൾ നബിയോട് സ്നേഹം പിന്നീട് വന്ന ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസകരമാണ്. സ്വഹാബാക്കളെക്കാൾ റസൂലിനെ സ്നേഹിച്ചവർ പിന്നീടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അവർ നബിദിനമെന്ന പേരിൽ പ്രത്യേകം ആഘോഷങ്ങളോ ആചാരങ്ങളോ കൊണ്ടു നടന്നിട്ടില്ല എങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സഹോദരന്മാരെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നബിദിനം ആഘോഷിക്കാതിരിക്കാൻ അവർക്കുണ്ടായിരുന്നത് പോലെ പല കാരണങ്ങളും നമുക്കുമുണ്ട് എന്നതാണ്. അതിലൊന്നാമത്തേത് നബിദിനം ബിദ്അത്താണ് എന്നതാണ്. ഈ മതം അള്ളാഹുവിൻ്റെതാണ് എന്ന് കൃത്യതയുള്ളതാണ്. അത് പഠിക്കാനാണ്, അത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരിലെ അവസാനമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയിലൂടെ ഈ മതത്തെ അള്ളാഹു പൂർത്തീകരിക്കുകയും അതിപ്പോഴും നാം ഖുർആനിലൂടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനത്തിലൂടെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ വചനം ഓതിയ ശേഷം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വാചകം എത്ര ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മതു ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. അതിനാൽ
അന്നേ ദിവസം മതമല്ലാത്ത ഒന്നും ഇന്നും മതമായി ആചരിക്കാൻ സാധിക്കുന്നതല്ല എന്നും ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മതം പൂർത്തിയാക്കപ്പെട്ട ശേഷം അതിലേക്കൊരു കാര്യം കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര ഗുരുതരമായ പാപമാണ് എന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം ഇമാം മാലിക് റഹിമഹുല്ല തന്നെ വിശദീകരിച്ച് നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, നല്ലതാണെന്ന് കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ, പ്രവാചകൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചുവെന്ന് അവൻ വാദിക്കുന്നു എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവന്നാൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുക. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ബിദ്അത്ത് വഴികേടാണ് എന്നും ആ വഴികേട് നരകത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇല്ലേ, ഖുതുബയുടെ തുടക്കത്തിൽ തന്നെ നാം പറഞ്ഞു വെക്കുന്ന വാചകങ്ങൾ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് അത് പുതുതായി ഉണ്ടാക്കപ്പെടുന്നതാണ് എന്നും പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം അത് പുത്തനാചാരമാണ് എന്നും പുത്തനാചാരങ്ങളെല്ലാം വഴികേടാണ് എന്നും വഴികേടെല്ലാം നരകത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മതത്തിൽ പുതുതായി കടത്തപ്പെടുന്ന ഇത്തരം ബിദ്അത്തുകളെ സൂക്ഷിക്കാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. നിങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതും അത് പുത്തനാചാരമാണ്, ബിദ്അത്താണ് എന്നും എല്ലാ ബിദ്അത്തുകളും വഴികേടിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, ജൂത ക്രൈസ്തവരോടുള്ള സാദൃശ്യപ്പെടലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജൂത ക്രൈസ്തവരോടുള്ള സാദൃശ്യപ്പെടലാണ്. ജന്മദിന ആഘോഷങ്ങളുടെ ആവിർഭാവം പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് ജൂത ക്രൈസ്തവരിലേക്കാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജന്മദിനം മതാഘോഷമായി കൊണ്ടാടുന്ന രീതി ലോകത്തിന്ന് ക്രിസ്ത്യാനികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ രൂപത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നത് ആരുടെ പാതയാണ് എന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ പാത പിൻപറ്റുന്നവർ നബിയുടെ സ്വന്തക്കാർ അല്ല എന്നും അവരുടെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയതുമായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലേ, പ്രവാചകൻ പറഞ്ഞത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ജൂത ക്രൈസ്തവരുടെ പാത പിൻപറ്റുന്നവർ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകൾ നിങ്ങൾ ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവരെങ്ങാനും ഒരു ഉടുമ്പിൻ്റെ പാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും അതിലേക്ക് കടക്കുമെന്നും ജൂതരും ക്രൈസ്തവരുമാണോ റസൂലേ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അവരല്ലാതെ പിന്നെ ആരാണ്? അവർ തന്നെയാണ്, ജൂതരും ക്രൈസ്തവരുമാണ് ആ ഒരു പാതയിലേക്ക് കടന്നു പോകുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ നബിദിനം ആഘോഷിക്കുന്നവർ ആരുടെ പാതയിലാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിലുണ്ടോ ഇല്ലേ എന്നതാണ് നാം ഉത്തരം കണ്ടെത്തേണ്ടത്. വളരെ ഗൗരവമേറിയ വിഷയമായി സഹോദരങ്ങളെ ഇതിനെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഉത്തമ തലമുറകൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഉത്തമമായ തലമുറ ആദ്യ 3 തലമുറയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖൈറുൻ നാസി ഖർനി
സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ തലമുറയാണ് എന്നും പിന്നെ അവരോടടുത്തവരും പിന്നെ അവരോടടുത്തവരുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ കാലഘട്ടത്തിലാണ് 4 മദ്ഹബിലെ ഇമാമിയങ്ങൾ ജീവിച്ചു പോയത്. 4 മദ്ഹബിലെ ഇമാമിയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോയത്. മഹാന്മാർ ജീവിച്ചു പോയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അവർക്ക് പരിചയമില്ലാത്ത കാര്യമാണ് നബിദിന ആഘോഷമെന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി ഇത് തുടങ്ങിയത് ഷിയാക്കളിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ നബിദിനത്തിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ തുടക്കം അത് ഷിയാക്കളിൽ നിന്നാണ് എന്നും നബിദിനം ലോകത്താദ്യമായി തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കളിൽ നിന്ന് പിഴച്ചുപോയ വിട്ടുപോയ കക്ഷികളായ ഉബൈദിയാക്കളാണ് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹദിയായ ആരായിരുന്നു ഷിയാക്കൾ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം നടത്തിയ ആദ്യ 3 ഖലീഫമാരെ അവർ നരകത്തിലാണ് എന്ന് പറഞ്ഞ നഊദുബില്ല, എത്ര ഗൗരവമേറിയ വിഷയമാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചത്. 4 ഖലീഫമാർ അവർ ആദ്യത്തെ 3 ഖലീഫമാർ അവർ നരകത്തിലാണ് എന്ന് പറയുകയുണ്ടായി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം കെട്ടിച്ചമക്കുകയുണ്ടായി. മസ്ജിദുൽ ഹറമിൽ രക്തച്ചോഴയൊഴിപ്പിച്ചത് അതാരായിരുന്നു സഹോദരങ്ങളെ? ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു പോവുകയും പിന്നീട് അതിനെ തകർത്ത ആളുകളും ഷിയാക്കളാണ് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആളുകൾ ദീനിൽ കടത്തിക്കൂട്ടിയ നബിദിനം നമുക്ക് വേണോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. 5ാമതായി നബിദിനം നബി സ്നേഹത്തിലുള്ള അതിര് കവിയലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബിദിനാഘോഷവേളയിലും അതിനെ തുടർന്നുള്ള മൗലിദിലും മറ്റുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റസൂലിനെ കുറിച്ചുള്ള അമിതമായ വാഴ്ത്തലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നത്, എന്തുകൊണ്ട് റസൂലിനെ അമിതമായി വാഴ്ത്തിക്കൂടാ? ഏറെ അപകടങ്ങൾ നിലനിൽക്കുന്ന എന്നതിനാൽ തന്നെ അമിതമായി വാഴ്ത്തുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തുതുർനി കമാ അത്റത്തിൻ നസാറാ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ മറിയമിൻ്റെ പുത്രനെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമെ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, നിശ്ചയമായും ഞാൻ അല്ലാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു. ഫഖൂലു, നിങ്ങൾ എന്നെ വിളിക്കണം, നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമെന്ന് വിളിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിധി വിട്ടുള്ള പുകഴ്ത്തൽ അത് നാശത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് സഹോദരന്മാരെ തിരിച്ചറിയേണ്ടതുണ്ട്. യാ അയ്യുഹന്നാസ്, വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ദീനിൽ അതിര് കടക്കുന്നതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഗുലുവ ഫിദ്ദീൻ, നിശ്ചയമായും നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിക്കപ്പെട്ടത് മതത്തിൽ അതിരുവിട്ട കാരണത്താലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അതിരുവിട്ട് വാഴ്ത്തിയതാണ് പിന്നീട് അദ്ദേഹത്തെ തന്നെ ആരാധിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിദിനത്തിൻ്റെ പേരും പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്നവരും ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഇതേ അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇല്ലേ, നബിദിനത്തിൻ്റെ ഭാഗമായി പാടുന്ന മാലയിലും മൗലിദുകളിലും ബുർദയിലും കാണുന്ന വചനങ്ങൾ എത്ര ശിർക്കൻ വിശ്വാസങ്ങളിലേക്കാണ് സഹോദരങ്ങളെ നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നത്. ചെറിയൊരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ ഫഅഗ്സ്നി വഅജ്ർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാതിൽ ഉമൂർ. അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ചോദിക്കുന്നു. സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായ നബിയെ,
എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിക്കുകയാണ്. നബിയോട് ചോദിക്കുകയാണ്, സഈർ എന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നവരെ എന്നെ സഹായിക്കുകയും നരകത്തിൽ നിന്നും മോചനം നൽകുകയും ചെയ്യണമേ, പ്രയാസഘട്ടത്തിലെ സഹായിയും അഭയവുമായവരെ എന്ന് പ്രവാചകനോട് വിളിച്ചു തേടുകയാണ്. എത്ര ഗൗരവമേറിയ വിഷയമാണ് സഹോദരങ്ങളെ, എത്ര ഭയാനകരമായ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് നബിയെ ഉയർത്തുകയും അള്ളാഹുവോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ നബിയോട് തേടുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. നരകമോചനം നൽകുന്നതുവരെ നബിയാണ് എന്ന് പാടി നടക്കുകയാണ്. ഇത്തരം വേറെയും ധാരാളം വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂരിഭാഗം പേരും ഈ വസ്തുതകളൊന്നും അറിയാതെ അതിലേക്ക് അകപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഗുരുതരമായ പ്രശ്നങ്ങൾ നബിദിന ആഘോഷത്തിനുണ്ട് എന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രമാണങ്ങളുടെ പിൻബലമില്ല സഹോദരന്മാരെ, നസീഹത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത, 4 മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് പരിചയമില്ലാത്ത, എന്തിലധികം അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിമാർക്ക് പോലും പരിചയമില്ലാത്ത, ആ ഒരു ദിനത്തിൽ ഒരു മധുരം പോലും നൽകിയിട്ടില്ലാത്ത ആ ദിനത്തെയാണോ സഹോദരന്മാരെ നമ്മൾ ആഘോഷിക്കുന്നത്? അതിനെന്ത് പ്രാമാണികമായ എന്ത് തെളിവാണ് ഉള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ പല ന്യായങ്ങളും പറഞ്ഞ് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ വെള്ളപൂശുകയാണ്. നബിദിന ആഘോഷങ്ങളിൽ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി, ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ലോകത്ത് മുഴുവൻ ഇത് ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ന്യായം പുറത്തേക്ക് വരികയാണ്. സഹോദരന്മാരെ, ഭൂരിപക്ഷം എന്നുള്ളത് ഒരിക്കലും ദീനിൽ തെളിവല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭൂരിപക്ഷം എന്നുള്ളത് ദീനിൽ തെളിവല്ല. ഭൂരിപക്ഷത്തെ പിൻപറ്റാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, ഭൂരിപക്ഷത്തെ പിൻപറ്റിയാൽ അത് വഴികേടിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അൻആമിൻ്റെ 116-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ്, وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഭൂമിയിലുള്ളവരിൽ അധികം ആളുകളെയും നീ അനുസരിക്കുന്ന പക്ഷം അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. അവർ ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ പരിശോധിച്ചാൽ ഭൂരിഭാഗത്തെക്കുറിച്ച് ഭൂരിഭാഗവും പറഞ്ഞത് അവിശ്വാസികളും വഴിപിഴച്ചവരും നന്ദി കെട്ടവരും ചിന്തിക്കാത്തവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലേ, അക്സറുഹും ലാ യഅഖിലൂൻ, അവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അവർ ചിന്തിക്കുന്നില്ല. അക്സറുഹും ലാ യഅലമൂൻ, അവർ അറിയുന്നില്ല. അക്സറുഹും ലാ യജ്ഹലൂൻ, അവർ ഒരുപാട് ഭൂരിപക്ഷം ആളുകളുണ്ടായിരുന്നു, അവർ ജാഹിലീങ്ങളാണ്. അക്സറുഹും ലാ യുഅ്മിനൂൻ, ഇങ്ങനെ തുടങ്ങി എത്ര വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്ത് ഭൂരിപക്ഷം ഒരിക്കലും മുസ്ലിങ്ങളോ വിശ്വാസികളോ അല്ല എന്നത് ഏവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിനാൽ ഈ ന്യായം ഒരിക്കലും നബിദിന ആഘോഷത്തിന് തെളിവല്ല എന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി, പ്രവാചകനെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാണ് എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു ദിവസമോ ഒരു മാസമോ മാത്രം ഓർമ്മിച്ചാൽ പോരാ. പ്രവാചകനെ ഒരു ദിവസമായി ഓർമ്മിക്കുക എന്നതല്ല. വിശ്വാസികൾക്ക് 24 മണിക്കൂറും ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പ്രത്യേകമായി ഒരു ദിവസം നിശ്ചയിക്കേണ്ടതില്ല. അങ്ങനെ ദിവസം നിശ്ചയിക്കുന്നതിൽ മുൻഗാമികളുടെ മാതൃകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായി, ഇത് നല്ല ബിദ്അത്തല്ലേ? ഇതിൽ നന്മയില്ലേ? സ്വലാത്തല്ലേ ചൊല്ലുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മയല്ലേ? ആ ഒരു ദിവസം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ
അത് മോശവും വഴികേടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇനി ജനങ്ങൾ അതിനെ എത്ര നല്ലതായി കണ്ടാലും അവ തള്ളിക്കളയണമെന്ന് സലഫുകൾ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മുൻഗാമികൾ ആരും ചെയ്തില്ലെങ്കിലും റസൂലിൻ്റെ നിയോഗത്തിൽ സന്തോഷിക്കലും തിരുമേനയുടെ മദ്ഹ് പാടലും നബിദിനത്തിൻ്റെ ഭാഗമായുള്ള ഭക്ഷണം വിതരണം മറ്റും നല്ലതല്ലേ, പിന്നെന്തിന് എതിർക്കണമെന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ബിദ്അത്തുകളിൽ യാതൊരു നന്മയുമില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അതിന് എത്ര നല്ലതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലും അത് ബിദ്അത്തുകളെല്ലാം വഴികേടിലാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരന്മാരെ, ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കിതാബിലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഈ മൗലിദാഘോഷത്തിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല എന്ന്. നമുക്ക് മാതൃകയും മുൻഗാമികളുടെ പാത പിന്തുടരുന്നവരുമായി ഈ ഉമ്മത്തിൻ്റെ ഉലമാക്കൾ ആരെങ്കിലും അത് ആഘോഷിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നും മഹാനായ ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തീർത്തും ബാത്തിലിൻ്റെ ആളുകളും തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായ ചിലരുണ്ടാക്കിയ ഒരു ബിദ്അത്താണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബിദ്അത്തായ നബിദിനത്തെ അടിസ്ഥാനമുള്ള സുന്നത്തുകളിലേക്ക് ചേർത്തി നടത്തുന്നത് ശുദ്ധമായ തട്ടിപ്പാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഞ്ചാമതായി മൗലിദിനായി സമ്പത്ത് ചിലവഴിക്കുന്നത് പുണ്യകരമാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് എന്ന ന്യായമാണ്. ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും നബിദിന ആഘോഷത്തിൻ്റെ വിഷയത്തിൽ സ്വഹീഹായ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് എങ്കിൽ അത് ഒന്നെങ്കിൽ വ്യാജമായിട്ടുള്ളതും കെട്ടിച്ചമച്ചതും ദുർവ്യാഖ്യാനം നടത്തിയതുമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. പിൽക്കാലക്കാരായ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് മാത്രമേ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തെങ്കിലും വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആരിൽ നിന്നെല്ലാം എന്തെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും മതത്തിലൊരു കാര്യം ഇബാദത്താകണമെങ്കിൽ അള്ളാഹുവോ റസൂലോ കൽപ്പിച്ചതാകേണ്ടതുണ്ട് എന്ന അസ്ലിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം മതത്തിൽ വല്ലതും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന് പോലും കഴിയില്ല 4-ാം നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്ന നബിദിനം അത് ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർത്തു. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ദീനിലൊന്നും കൂട്ടിച്ചേർക്കുവാൻ കഴിയുകയില്ല എന്ന്. അങ്ങനെ ചെയ്താൽ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒഴിവാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. സൂറത്തുൽ ഹാഖയിലെ 44-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുമുതൽ 3 വചനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين ولو تقول علينا بعض الأقاويل. റസൂൽ നമ്മുടെ പേരിൽ നല്ല വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു എന്നും ثم لقطعنا منه الوتين, പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് തടയുന്നവരായി ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ കടത്തിക്കൂട്ടിയതാണ് എങ്കിലും റസൂലിനവരെ ശിക്ഷിക്കുമെന്ന്, റസൂലിനവരെ ശിക്ഷയുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രവാചകന് പോലും മതത്തിലൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ പിൽക്കാലത്ത് ഷിയാക്കളിലെ ഫാത്തിമിയാക്കളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ദുരാചാരം നമ്മൾ എങ്ങനെയാണ് മതമായി ആചരിക്കുന്നത്? സഹോദരങ്ങളെ,
ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളതിനെ മതമായി ആചരിക്കുവാൻ സാധിക്കുന്നത്? ഇന്ന് നബിദിനം എന്ന പേരിൽ എന്തെല്ലാം കൊട്ടിക്കലാശങ്ങളാണെന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് പോലെയല്ല ഇന്നത്തെ നബിദിനം എന്നുള്ളത്. വലിയ DJ പാർട്ടികൾ വെച്ചുകൊണ്ട്, DJ ലൈറ്റുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി റോഡുകളെ ബ്ലോക്കാക്കിക്കൊണ്ട്, നബിയുടെ പേരിൽ എന്ന് പറഞ്ഞ് മറ്റു പല മ്യൂസിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെയുള്ള ബിദ്അത്തിന്റെ അനാചാരങ്ങളുടെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നബിദിന ആഘോഷം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാമാണികമായ യാതൊരു ബന്ധവുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ നബിദിനം, അദ്ദേഹത്തിൻ്റെ ദിനം ആഘോഷിച്ചിട്ടില്ലാത്ത, പ്രവാചകനോടൊപ്പം ജീവിച്ച, പ്രവാചകന്റെ ഓരോ വാക്കുകളും നെഞ്ചിലേറ്റിയ സ്വഹാബാക്കൾ ആചരിച്ചിട്ടില്ലാത്ത ആ ആഘോഷമാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിലധികം 4 മദ്ഹബിലെ ഇമാമിങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച പത്നിമാര് പോലും, നമ്മുടെ ഉമ്മമാര് പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ആ ആഘോഷമാണ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കുവാൻ, ഷിയാക്കളിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ പാതയിലേക്ക്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾക്ക് ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് പ്രവാചകനെന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും അടുത്തവരാണ് മുഅ്മിനീങ്ങളായ ആളുകളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബിദിനത്തിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം അത് വിശ്വാസവുമായി ബന്ധമുള്ളതാണ് എന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന, നമ്മുടെ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു ആഘോഷത്തിലും ആചാരത്തിലും പങ്കാളിയാകാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധ്യമല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബിദിന ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അതേ കാരണം തന്നെയാണ് ഓണവും ക്രിസ്മസും പോലെയുള്ള ഇതര മത ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമെന്നുള്ളത്. അതല്ലേ നാം മുമ്പ് പറഞ്ഞു വെച്ചത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ഒരു ഖൗമുമായി സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. അതുകൊണ്ട് അത് ആരോടെങ്കിലുമുള്ള വെറുപ്പോ വിദ്വേഷമോ കാരണത്താൽ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ദീന് നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണായി ഓണം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നിലപാടെടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ ഇത് കഴിയില്ല, എൻ്റെ മതത്തിന് ഇത് അനുയോജ്യമായതല്ല എന്ന് അവരോട് പറയുവാൻ നമുക്ക് സാധിക്കണം. അവരോടുള്ള വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല. എൻ്റെ മതം കൽപ്പിക്കുന്നത് ഈ ഒരു മാർഗത്തിലൂടെ പോകുവാൻ വേണ്ടിയാണ്. മറ്റെല്ലാ സഹായങ്ങളിലും അവരെ സഹകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനുഷികമായ ഏതൊരു കാര്യത്തിലും പരസ്പരം സഹകരിക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നാം എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നാളെ കണ്ണനല്ലൂർ വെച്ച് നടക്കുന്ന ഹുബ്ബുർ റസൂൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാന പണ്ഡിതൻ ഷാഫി സ്വബാഹി അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ്. നാളെ മഗ്‌രിബിന് ശേഷമാണ് കണ്ണനല്ലൂർ വെച്ച് പ്രോഗ്രാം നടക്കുക. അതിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ, വിഷയത്തെ വളരെ ഡീപ്പായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽക്കാരെ കൂടെ കൂട്ടുവാൻ, നമ്മുടെ കുടുംബക്കാരെ ഒക്കെ വിളിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ പെങ്ങൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം ആണ് അടക്കമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ സഹോദരൻ്റെ പെങ്ങളുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അവർക്ക് ഒത്തുചേരുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് റബ്ബെ, പുറത്തു മാപ്പാക്കി തരണമേ അല്ലാഹുവേ. നിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി യഥാർത്ഥ മാർഗത്തിൽ നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മുസ്ലിമായതിൻ്റെ പേരിൽ വേദനകൾ അനുഭവിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് കുരുന്നുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ നിർഭയത്വം നൽകണം റഹ്മാനെ. ഫലസ്തീൻ്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുരുന്നുകളുണ്ട് റഹ്മാനായ റബ്ബെ. നിനക്കറിയാം റബ്ബെ, അവർക്കെല്ലാവർക്കും നീ നിർഭയത്വം നൽകണം റഹ്മാനെ. യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ, അവസാന സമയം നന്നാക്കുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കഫറത വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫീ കുല്ലി മക്കാൻ അല്ലദീന യുജാഹിദൂന ഫീ സബീലിക് ലിതകൂന കലിമതുക ഹിയൽ ഉല്യ വകലിമതുൽ ലദീന കഫറൂ ഹിയസ് സുഫ്ലാ. അല്ലാഹുമ്മ അൻസുർഹും വസബ്ബിത് അഖ്ദാമഹും വസൽസിൽ أقدام أعدائهم. اللهم شتت شمل أعدائك وفرق جمعهم ورد كيدهم في نحورهم. اللهم ربنا تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا وسائر أعمالنا يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر لنا ولوالدينا، اللهم اغفر لنا ولوالدينا، اللهم اغفر لنا ولوالدينا. رب ارحمهما كما ربيانا صغارا، رب ارحمهما كما ربيانا صغارا، رب ارحمهما كما ربيانا صغارا. اللهم ادخلنا وادخلهم الجنة يا رب العالمين وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.